ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവകരുണയാൽ നമ്മൾക്ക് ഒരു ദിവസം കൂടി ലഭിക്കുവാൻ, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ, ദൈവവചനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുവാൻ സ്നേഹനിധിയായ എല്ലാ രാജ്യങ്ങളുടെയും രാജാവായ ദൈവം നമ്മളെ ഇപ്പോൾ പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ദിനം തുടങ്ങാം. എങ്ങനെ ആണ് കർത്താവ് നിന്റെ കടക്കാരനായി മാറുന്നത്? കർത്താവിനെ നമ്മുടെ കടക്കാരനാക്കി മാറ്റുവാൻ സാധിക്കും. ദൈവവചനത്തിൽ അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നീ ദരിദ്രനോട് കാരുണ്യം കാണിക്കുകയും അവന് നന്മ ചെയ്യുകയും അവന് കടം കൊടുക്കുകയും ചെയ്താൽ നീ കൊടുത്തത് ദൈവത്തിനാണ്. ആ ദൈവം നിനക്കാവശ്യമുള്ള സമയത്ത് ആ കടം വീട്ടിത്തരും. കർത്താവ് നമ്മുടെ കടക്കാരനായി മാറുന്ന ഒരു സാഹചര്യം. വിവേകത്തോടെയാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നിനക്ക് ആ സാഹചര്യം സൃഷ്ടിക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിന്നെ ഞാൻ അളക്കും, സമൃദ്ധമായിട്ട് നിനക്ക് ഞാൻ തരും, അമർത്തി കുലുക്കി ഞാൻ തരും. സുഭാഷിതങ്ങളിലൂടെ കർത്താവ് പറയാണ്, നീ ദരിദ്രനോടാണ് കരുണ കാണിക്കുന്നതെങ്കിൽ, നീ ദരിദ്രനോട് ദയ കാണിക്കുന്നുവെങ്കിൽ, നീ ദരിദ്രന് കടം കൊടുക്കുന്നുവെങ്കിൽ അത് കർത്താവിനാണ് നീ കൊടുക്കുന്നത്. ആ കർത്താവ് ആ കടം വീട്ടിത്തരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് കഴിവുള്ള വ്യക്തിയാണെങ്കിലും, സമ്പന്നനാണേലും, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ദരിദ്രരോട് കാരുണ്യം കാണിക്കുമ്പോൾ, ജോലിസ്ഥലത്തായിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന വ്യക്തികളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ പാവപ്പെട്ട വ്യക്തികളോടും നീ കരുണ കാണിക്കുമ്പോൾ, നീ ആ കരുണ കാണിക്കുന്നത് ദൈവത്തോടാണ്. ദൈവം നിന്റെ കടം വീട്ടിത്തരും. പണം കൊടുക്കുക മാത്രമല്ല, നമ്മുടെ കഴിവുകൾ, നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സഹായിക്കുമ്പോൾ, നിങ്ങളുടെ മുൻപിൽ യാചനാപൂർവം ആര് നിന്നാലും അവരോട് നിങ്ങൾ ദയ കാണിക്കുകയോ കരുണ കാണിക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുമ്പോൾ കർത്താവിന് നിങ്ങൾ നൽകിക്കഴിഞ്ഞു. ആ കർത്താവ് നിങ്ങളുടെ കടം വീട്ടും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധിയും കരുണയും ഇന്ന് എപ്പോഴും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മക്കളുടെ മേലും
ജോലി സ്ഥാപനങ്ങളുടെ മേലും സമൃദ്ധമായിട്ട് പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നിങ്ങളുടെ കടക്കാരനാക്കി മാറ്റുവാൻ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അതിന് യോഗ്യമാക്കി മാറ്റുക. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.